രണ്ടാം പിണറായി ഗവൺമെൻറ് നിലവിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ബജറ്റ്, അതായത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ മറന്ന് പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുന്നതായിട്ട്, അങ്ങനെ ഭരണത്തിൻ്റെ പാളം തെറ്റുന്നതായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കഴിഞ്ഞ നവംബറിലാണ് ആദ്യമായിട്ട് കേരളീയം സംഘടിപ്പിക്കുന്നു. കേരളീയം സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ യുക്തിയായിട്ട്, നീതീകരണമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്, കേരളീയം കേരളത്തെ അന്താരാഷ്ട്ര കലാ സാംസ്കാരിക വേദിയിൽ ഷോക്കേസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരളത്തെ ഷോക്കേസ് ചെയ്യുക അന്താരാഷ്ട്ര കലാ സാംസ്കാരിക വേദികളിൽ, മേഖലകളിൽ എന്നാണ് പറഞ്ഞത്. അങ്ങനെ കേരളത്തിൻ്റെ യശസ് ഉയർത്തുക. അതിന് കേരളീയമാണോ വേണ്ടത്? നമ്മൾ മഹാബലി നാട് വാണ കാലം മുതൽ ഇവിടെ നടത്തിപ്പോരുന്ന ഒന്നുണ്ടല്ലോ, തിരുവോണം. തിരുവോണത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന്. അതുമാത്രമല്ല നമ്മൾ പറയാറുള്ളത്, നാനാജാതി മതസ്ഥർ കേരളീയർ എവിടെയൊക്കെ ഉണ്ടോ, ലോകത്തിൻ്റെ അന്റാർട്ടിക്കയിലോ ആർട്ടിക്കിലോ എവിടെയുണ്ടോ അവിടെ ഇരുന്നൊക്കെ ഓണം ആഘോഷിക്കുന്ന, അതിനവിടെ മതമില്ല, ഒന്നുമില്ല, അങ്ങനെയുള്ള ആഘോഷമാണ് തിരുവോണം. അതുമാത്രവുമല്ല, അന്ന് ഒരു വർഷം ഒരു സാധാരണക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആ സമയത്തേക്ക് ഓണക്കാലമാകുമ്പോഴത്തേക്ക് അത് മാറ്റി തള്ളി നീക്കി കൊണ്ടുപോയി എങ്ങനെയെങ്കിലും പണം ചുരുക്കൂട്ടി ഒരു പക്ഷേ കടം മേടിച്ച് ഒക്കെ ആയിരിക്കാം അത്തരം ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഓണക്കാലം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മലയാളിയുടെ യഥാർത്ഥ ഉത്സവകാലമാണ്. പിന്നെയുള്ള ഒരു ഉത്സവകാലവും ഓണം എന്ന ഉത്സവത്തോളം വരില്ല. അപ്പം ഈ ഓണം കഴിഞ്ഞ് ഉടനെ തന്നെ കേരളീയം നടത്തി. കേരളീയം നടത്തിയത് കൊണ്ടാകാം അത് അത്ര കണ്ട് വിജയിച്ചില്ല, അല്ലെങ്കിൽ അതിൻ്റെ വിജയം പോരായിരുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിയത്. അതുകൊണ്ട് ഈ വർഷം കേരളീയം ഡിസംബറിൽ നടത്താമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ടൂറിസ്റ്റ് സീസൺ ഈ കേരളീയം വരുന്നതിന് മുൻപ് തന്നെ നമുക്കറിയാം ഏതാണ് കേരളത്തിൻ്റെ ടൂറിസ്റ്റ് സീസൺ. അത് ഏകദേശം നവംബറിൽ തുടങ്ങി, അതായത് ഓണത്തോടനുബന്ധിച്ച് തുടങ്ങി മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അവസാനിക്കുന്നതാണ് കേരളത്തിൻ്റെ ടൂറിസ്റ്റ് സീസൺ. അപ്പോൾ ആ ടൂറിസ്റ്റ് സീസൺ മുഴുവനും മുതലെടുക്കാമെന്ന് കരുതിയാണ് നവംബറിൽ തന്നെ കേരളീയം കൊണ്ടുവന്നത്. പക്ഷേ നവംബറിൽ കേരളീയം കൊണ്ടുവന്നത് ഓണം കഴിഞ്ഞ് ഉടനെ ആയിരുന്നതുകൊണ്ട് വിചാരിച്ചത്ര വിജയിച്ചില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാകാം ഡിസംബർ തൊട്ട് കേരളീയം ഈ വർഷം നടത്താമെന്ന തീരുമാനത്തിലെത്തിയത്. രണ്ട് തന്നെയായാലും, അതായത് തീരുമാനം എന്തിൻ്റെ പുറകിലായാലും ഒരു കാര്യം വ്യക്തമാണ്, വ്യാപാരി വ്യവസായി സമൂഹത്തെ തൃപ്തിപ്പെടുത്തുക, അവരുടെ പോക്കറ്റ് നിറയ്ക്കുക, അങ്ങനെ പോക്കറ്റ് നിറച്ച് ആ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വരിക. ഇതാണ് ഈ കേരളീയം എന്ന മാമാങ്കം കഴിഞ്ഞ വർഷം കൊണ്ടാടാനുണ്ടായ കാരണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അവരുടെ പോക്കറ്റ് നിറച്ചു കൊടുക്കുക, ആ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വരുന്നു. ആദ്യം കൈയിട്ട് എടുക്കുക ചെയ്യുന്നത് സ്പോൺസർഷിപ്പ് വഴി. അതായത് കഴിഞ്ഞ വർഷം തീരുമാനിച്ചിരുന്നത് സ്പോൺസർഷിപ്പ് വഴി ഫണ്ട് കണ്ടെത്തി കേരളീയം നടത്തുക എന്നാണ്. അപ്പോൾ വിവിധ വേദികളിൽ ഒരുപാട് കായിക പരിപാടികളൊക്കെ നടത്തി അങ്ങനെയാണ് കേരളീയമായിട്ട് ഒരാഴ്ച മുഴുവൻ നീണ്ടുപോയത്. അതുമാത്രവുമല്ല, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് പ്രവർത്തനക്ഷമമല്ലായിരുന്നു, ഫങ്ഷനിങ് അല്ലായിരുന്നു. പ്രവർത്തനക്ഷമമല്ലായിരുന്നു എന്ന് വെച്ചാൽ അവിടെ പ്രവർത്തനക്ഷമമാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ പ്രവർത്തിക്കേണ്ടവർ അവിടെ ഉണ്ടെങ്കിലല്ലേ അത് പ്രവർത്തിക്കൂ. അവരെല്ലാവരും കേരളീയത്തിൻ്റെ പുറകെ പല പല വേദികളിലായി ഗവൺമെൻറ്റിൻ്റെ സ്തുതിപാഠകരായി ഇങ്ങനെ, അതായത് അവസരം കിട്ടിയാൽ ജോലി ചെയ്യാതിരിക്കലാണല്ലോ ഏത് തൊഴിലാളിക്കും സന്തോഷകരമായ കാര്യം. അത് തന്നെയാണ് സെക്രട്ടേറിയറ്റിലും കഴിഞ്ഞ വർഷം അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ ആ സമയമൊക്കെ സെക്രട്ടേറിയറ്റ് മരിച്ച അവസ്ഥയിൽ, അഥവാ അവിടെ ജീവവായു ഇല്ലാത്ത ഒരവസ്ഥയിൽ, പ്രവർത്തനക്ഷമമല്ലാത്ത അവസ്ഥയിലായിരുന്നു സെക്രട്ടേറിയറ്റ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനക്ഷമത അങ്ങേയറ്റം ഇടിഞ്ഞു പോയ എന്തിനാണ് ഒരു ഗവൺമെൻറ്റിനെ, ഡെമോക്രസി ആകട്ടെ, ഡെമോക്രസിയിൽ പ്രത്യേകിച്ചും ഒരു ഗവൺമെൻറ്റിനെ ജനം തിരഞ്ഞെടുത്തയക്കുന്നത്? അതായത് ഡെമോക്രസിയുടെ ഡെഫിനിഷൻ തന്നെ നമുക്കറിയാം, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട, ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഗവൺമെൻറ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? കാര്യക്ഷമമായി ഭരണം നടത്തി ജനക്ഷേമം ഉറപ്പുവരുത്തുക. അവർ ഇലക്ഷൻ വാഗ്ദാനങ്ങളായിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ
ആ വാഗ്ദാനങ്ങളുടെ മോഹവലയത്തിൽ മുങ്ങിയാണ് അവർക്ക് വോട്ട് കിട്ടുന്നത്. അങ്ങനെയാണ് ഓരോ പാർട്ടി ജയിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ ജയിച്ചു വരുന്ന പാർട്ടിയുടെ ധാർമ്മികത എവിടെയാണ് ഇരിക്കുന്നത്? ആ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ പാലിക്കുന്നു എന്നുള്ളതിലാണ് അവരുടെ ധാർമ്മികത നിലകൊള്ളുന്നത്. ആ ധാർമ്മികത പോലും അടിയറവ് വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിനെ ശൂന്യ അവസ്ഥയിലേക്ക് ആക്കിക്കൊണ്ട് അവിടെയുള്ള എല്ലാവരെയും ടോപ്പ് ടു ബോട്ടമുള്ള എല്ലാവരും തന്നെ ഈ കേരളീയത്തിൻ്റെ പുറകെ അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഓടി നടന്നു. സ്പോൺസർഷിപ്പ് ഉന്നതനായ ഉദ്യോഗസ്ഥരൊക്കെ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്യാൻ വേണ്ടി നടന്നു. അങ്ങനെ ഒക്കെ നടന്നാണ് ഈ പരിപാടി, കേരളീയം പരിപാടി നടത്തി കൊണ്ടുവന്നത്. അതിന് തന്നെയുമല്ല, കേരളീയം തീർന്ന് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്ത ആൾക്ക് സമ്മാനം കൊടുത്തു. അതാരായിരുന്നു? കമേഴ്ഷ്യൽ ടാക്സസിൻ്റെ തലപ്പത്തിരിക്കുന്ന, കമേഴ്ഷ്യൽ ടാക്സസ് ഒക്കെ കൃത്യമായിട്ട് പിരിച്ചെടുക്കാൻ ബാധ്യസ്ഥനായി തലപ്പത്തിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥനാണ് കേരളീയത്തിന് ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞ് അവാർഡ് കൊടുത്തത്. മുഖ്യമന്ത്രി തന്നെയാണ് അവാർഡ് കൊടുത്തത്. അപ്പോൾ അതിനിടയ്ക്ക് വേറെ ഒരു കാര്യവും കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. സെൻട്രൽ ഗവൺമെൻറ് 2017 ഇലക്ട്രൽ ബോണ്ട് നിയമപരമായത് പാർലമെൻറ്റ് വഴിയാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്. ഇലക്ട്രൽ ബോണ്ട് പക്ഷേ അന്ന് സുപ്രീം കോടതിയും അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഒക്കെ പറഞ്ഞിരുന്നു ഈ ഇലക്ട്രൽ ബോണ്ട് നിയമസാധുതയോടുകൂടി ഇൻകം ടാക്സ് വെട്ടിക്കാനും നികുതി വെട്ടിക്കാനും അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കാനുമുള്ള മാർഗങ്ങളായി തീരുമെന്ന്. അത് അങ്ങനെ തന്നെ അച്ചട്ടായി സംഭവിച്ചതുകൊണ്ടാണ് അവസാനം ഈ വർഷം സുപ്രീം കോടതി തന്നെ ഇടപെട്ട് ഇലക്ട്രൽ ബോണ്ട് നിയമം തന്നെ നള്ളിഫൈ ചെയ്തത്, അതിനെ ഇല്ലാതെയാക്കിയത്, അതിനെ തകർത്ത് കളഞ്ഞത്. അപ്പോൾ ഇവിടെ CPM-കാർ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ടിലേക്ക് നിക്ഷേപിക്കുകയോ ഞങ്ങൾക്ക് ആ നിക്ഷേപം കിട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമുക്കറിയാം കുറേ നിക്ഷേപമൊക്കെ അവർക്ക് വളഞ്ഞ വഴിയിലൂടെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് പോകട്ടെ. പക്ഷേ എനിക്ക് ഒന്ന് ചോദിക്കാനുള്ളത്, ഇലക്ട്രൽ ബോണ്ടും ഈ സ്പോൺസർഷിപ്പും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഇലക്ട്രൽ ബോണ്ടും നിയമപരമായിട്ട് വന്ന നിയമം വെല്ലുവിളിക്കലാണ്, അതായത് നികുതി നിഷേധമാണ്, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കലാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കൈ നീട്ടുന്നു. വ്യാപാരികളും വ്യവസായികളും മറ്റ് ക്വാറി മാഫിയകളും അതുപോലുള്ള എല്ലാത്തരം മാഫിയകളും അവരുടെ കള്ളപ്പണവും എല്ലാം ഇവരുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്നു. അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കുന്നു. അതുപോലെ തന്നെ നികുതി നിഷേധം നടത്തുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ, അതായത് 2024-25 ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊണ്ടുവന്ന കേരള ബജറ്റ്, 2024-25 കേരള ബജറ്റിൻ്റെ A41 പേജ് എടുക്കുക. അതിനകത്ത് A39 എന്നൊരു ടേബിളുണ്ട്. ആ ടേബിളിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ടാക്സസ് റേസ്ഡ് ബട്ട് നോട്ട് റിയലൈസ്ഡ്, അതായത് നികുതി ചുമത്തി പക്ഷേ പിരിച്ചെടുക്കാൻ പറ്റിയില്ല എന്നാണ് അതിൻ്റെ ഹെഡിങ് ആയിട്ട് പറയുന്നത്. എന്നിട്ട് അതിനകത്ത് ഡിസ്പ്യൂട്ടിൽ കിടക്കുന്ന നികുതികളുണ്ട്. അതായത് കോടതിയിൽ പോയതോ അല്ലെങ്കിൽ ട്രൈബ്യൂണലിൽ പോയതോ ഒക്കെ അങ്ങനെ ഡിസ്പ്യൂട്ടിൽ കിടക്കുന്ന നികുതിയുണ്ട്. അത് 10 വർഷത്തിലൊക്കെ നേരത്തെ ഉള്ളതും ഒക്കെ കാണും. അത് പോട്ടെ. ഒരു ഡിസ്പ്യൂട്ടും ഇല്ലാത്തത് എന്ന ഹെഡിങ്ങിൻ്റെ താഴെ കിടക്കുന്ന നികുതി നമുക്ക് നോക്കാം. 14,061.30 കോടി രൂപ. ഈ ഒരു തടസ്സവുമില്ലാത്ത നികുതി 14,061.30 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട്. എന്തുകൊണ്ടാണ് ഈ നികുതി പിരിച്ചെടുക്കാൻ പറ്റാത്തത്? ഒരു പ്രശ്നവുമില്ലാഞ്ഞിട്ടും. അതാണ് ഈ സ്പോൺസർഷിപ്പിൻ്റെ കളി എന്ന് പറയുന്നത്. സ്പോൺസറായിട്ട് കോടികൾ ഇങ്ങോട്ട് ഗവൺമെൻറ്റിലേക്ക് നേരത്തെ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് നികുതി അടയ്ക്കാതിരിക്കുന്നെങ്കിൽ അടയ്ക്കടാ നികുതി എന്ന് പറഞ്ഞ് അവൻ്റെ നേരെ ചൂണ്ടിക്കൊണ്ട് ചെല്ലാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവൻ ഇങ്ങോട്ട് തിരിച്ചും അതുപോലെ ചൂണ്ടാൻ പറ്റും. ആ അവസ്ഥ സംജാതമാക്കുന്നത് ഇതുപോലെയുള്ള സ്പോൺസർഷിപ്പ് പ്രോഗ്രാംസ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ നികുതി വെട്ടിക്കുന്നതിനും കള്ളപ്പണം വെള്ളപ്പണമാക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന പദ്ധതിയാണ് ഈ പറയപ്പെട്ട സ്പോൺസർഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞത്. അത്തരം പ്രോഗ്രാംസ് പിന്നെ അതായത് അതിന് വളം വെച്ച് കൊടുക്കുന്ന കരുവന്നൂർ ബാങ്കിൽ എന്ത് സംഭവിച്ചു നമുക്കതൊക്കെ അറിയാം. ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എത്ര മോഷ്ടിച്ചാലും എന്തൊക്കെ ചെയ്താലും ആരും ചോദിക്കാനും പറയാനുമില്ല. ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് പുല്ലാണ് എന്ന മട്ടിലാണ് ഗവൺമെൻറ് കേരളീയം പരിപാടിയിൽ ഈ സ്പോൺസർഷിപ്പുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കേരളീയം പരിപാടിയിൽ തന്നെ എത്ര കോടിയാ? 27 കോടി ഖജനാവിൽ നിന്ന് ചെലവാക്കി എന്നാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് പുറത്തുവിട്ട കണക്ക്. പക്ഷേ ഈ സ്പോൺസർഷിപ്പ് വഴി കളക്ട് ചെയ്തത്
11.47 കോടിയാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു എന്നതിൽ കവിഞ്ഞ് കൃത്യമായ കണക്കുകൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ വർഷം വീണ്ടും, അപ്പോൾ കഴിഞ്ഞ വർഷം 27 കോടി ഖജനാവിൽ നിന്ന് ചെലവാക്കി എന്ന് ഗവൺമെൻറ് സമ്മതിക്കുന്നു. ഈ വർഷം കേരളീയം ഡിസംബറിൽ നടത്താൻ തീരുമാനിച്ചപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ്? സ്പോൺസർഷിപ്പ് വഴി തന്നെ അതിനുള്ള പണം കണ്ടെത്തണം. സ്പോൺസർഷിപ്പ് വഴി തന്നെ പണം കണ്ടെത്തണമെന്ന് പറയുമ്പോൾ ഗവൺമെൻറ് എന്നെയും നിങ്ങളെയും കബളിപ്പിക്കുകയാണ്, പരിഹസിക്കുകയാണ്, നമ്മളെ വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ സ്പോൺസർഷിപ്പ് വഴി പണം കളക്ട് ചെയ്യുന്ന ആരോടാണ്? ഈ പറയപ്പെട്ട വ്യാപാരികളോടും വ്യവസായികളോടും ഒക്കെ. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ സഹായ ഹസ്തമാണ് ഈ പറയപ്പെട്ട കേരളീയം എന്ന് പറയുന്ന പരിപാടി തന്നെ. എന്താണ്? അവിടെ വലിയ വിൽപ്പനശാലകൾ, വിൽപ്പന മേളകൾ. ഈ വിൽപ്പന മേളകളുടെയൊക്കെ ഗുണഭോക്താക്കൾ ആരാണ്? പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ച്, അതായത് 80% വിലക്കിഴിവ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന സാധനങ്ങൾ 150% വില കൂട്ടിയിട്ടിട്ടാണ് 80% വിലക്കിഴിവ് കൊടുക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ സ്വന്തം ആസ്തികൾ മുഴുവനും വിറ്റുപെറുക്കിയും അല്ലെങ്കിൽ ഒരു വർഷത്തെ മുഴുവനും സേവിങ്സ് കൂട്ടിവെച്ചും ഒക്കെ ആയിരിക്കും ഈ ആൾക്കാർ വന്ന് ഇങ്ങനെ, അതായത് പ്രകാശത്തിന് മുൻപിൽ വന്ന ഈയലുകളെ പോലെ വന്ന് വീഴുകയാണ് സാധാരണക്കാരായ ഉപഭോക്താക്കൾ. അങ്ങനെ ഉപഭോക്താക്കളെ വീഴിച്ച് ആരുടെ കാൽച്ചോട്ടിലേക്ക്, ആരുടെ പോക്കറ്റിലേക്കാണ്? അവരുടെ പോക്കറ്റിലുള്ള ഈ പാവപ്പെട്ട ഉപഭോക്താക്കളുടെ പോക്കറ്റിലിരിക്കുന്ന പണം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് വാങ്ങാൻ, വില കുറച്ച് കൊടുക്കുന്നുവെന്ന് വിൽപ്പനക്കാരാണ് ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്നതൊക്കെ വലിയ വിലയ്ക്ക്, അത് അർഹിക്കുന്നതിനേക്കാൾ ഉയർന്ന വിലയ്ക്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഈ പാവപ്പെട്ട സാധാരണ ജനങ്ങളെ ഈ പറയപ്പെട്ട കച്ചവടക്കാർക്കും വ്യവസായികൾക്കുമായിട്ട് അടിയറവ് വയ്ക്കുന്ന സമ്പ്രദായമാണ് ഇതുപോലെയുള്ള വിൽപ്പന മേളകൾ എന്ന് പറയുന്നത്. അത് ഓണത്തിൻ്റെ വിൽപ്പന മേളകൾ നമുക്ക് മനസ്സിലാക്കാം, വർഷത്തിലൊരിക്കൽ ഇത് കാലാകാലങ്ങളിൽ അനുഭവിച്ചു വന്നിരുന്ന ഒരു സന്തോഷ മാമാങ്കമായിട്ട് ഇരുന്നോട്ടെ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കേരളീയം എന്ന മാമാങ്കം വരുമ്പോഴേക്കും നമുക്കറിയാം ഇത് വ്യാപാരികളെയും വ്യവസായികളെയും സഹായിക്കാനുള്ള, അതായത് കൈനീട്ടമായിട്ട് സ്പോൺസർഷിപ്പ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ രീതിയിൽ അവരെ സഹായിക്കുന്നത് ഈ മേളകൾ നടത്തി അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുക, അവരുടെ ലാഭവിഹിതം വർദ്ധിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. രണ്ടാമത്തെ രീതിയാണ് അവർക്ക് കള്ളപ്പണം വെള്ളപ്പണമാക്കുക, അതുപോലെ തന്നെ നികുതി കൊടുക്കാതിരിക്കുക. അങ്ങനെ നികുതി കൊടുക്കാതിരിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ A41 പേജ് A39 ടേബിൾ എടുത്ത് നോക്കുക. ഒരു പ്രശ്നങ്ങളും ഇല്ലാഞ്ഞിട്ടും പിരിക്കാൻ പറ്റാത്ത നികുതി ഈ ഒരു വർഷത്തേത് കിടക്കുന്നത് എത്രയാണ്? 14,061.30 കോടിയാണ് പിരിക്കാതെ കിടക്കുന്നത്. ഇതൊക്കെ കണ്ടെത്തിയ കണക്കാണേ. കണ്ടെത്താത്ത കണക്ക്, ബജറ്റ് ഇൻ ബ്രീഫ് ഡോക്യുമെൻറ്റിൽ വരാത്ത കണക്ക് എത്രയുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇപ്പോഴത്തെ കേരളത്തെ ഇത്തരം ഒരു അടിയന്തരാവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ കേരളീയവും അത് കഴിഞ്ഞ് നടത്തിയ നവകേരള സദസ്സും ഗവൺമെൻറ്റിൻ്റെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ധൂർത്ത് കാരണം കൊണ്ടാണ് കേരളം ഇപ്പോൾ ധനപ്രതിസന്ധിയിൽ എത്തിയിരിക്കുന്നതെന്നല്ല ഞാൻ പറയുന്നത്. കാര്യക്ഷമമായ ഭരണം നിർവഹിക്കേണ്ട ഗവൺമെൻറ് അവിടെയുള്ളവരെ എല്ലാവരെയും ആടുമാടുകളെ തൂത്തുവാരി കൊണ്ടുപോകുന്നത് പോലെ കേരളീയം അല്ലെങ്കിൽ നവകേരള സദസ്സ് ഇങ്ങനെയുള്ള മാമാങ്കങ്ങൾക്കായി കൊണ്ടുപോകുമ്പോൾ അവിടെ ഭരണം നടക്കുന്നില്ല. ഭരണം നടക്കാതിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 36 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ഗവൺമെൻറ്റിൽ. 36 ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ ഉപഡിപ്പാർട്ട്മെൻറ്റ്സ് 74 എങ്ങാണ്ടുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ചെയ്യേണ്ട അടിയന്തിരമായ ധർമ്മങ്ങളുണ്ട്, ഗവൺമെൻറ്റിൽ ധർമ്മങ്ങൾ. ആ ധർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നില്ല. നികുതി വരുമാനം പിരിച്ചെടുക്കുന്നതിൽ, നികുതിയിതര വരുമാനം പിരിച്ചെടുക്കുന്നതിൽ, അല്ലെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതി നടപ്പാക്കുന്നതിൽ, അതും അല്ലെങ്കിൽ ആർദ്രം പദ്ധതി നടപ്പാക്കുന്നതിൽ സമസ്ത മേഖലകളിലും ഇടിവുണ്ടാകുന്നു. അങ്ങനെ സമസ്ത മേഖലകളിൽ നമുക്ക് അറിയാം, കഴിഞ്ഞ വർഷത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഡിസംബർ വരെയുള്ള പദ്ധതി ചെലവ് 33% മാത്രമായിരുന്നു. പക്ഷെ നമ്മൾ മാർച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് 80% വരെ ഉയർന്നിരിക്കുന്നു. എങ്ങനെയാണ് ഉയർന്നത്? കള്ളക്കണക്കാണെന്ന് ആർക്കും മനസ്സിലാവും. കാരണം ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളൊക്കെ ഇവിടെ കടുത്ത ധനപ്രതിസന്ധിയായിരുന്നു. അതായത് അപ്പോഴാണ് സുപ്രീം കോടതി വരെ പോയത്, ഞങ്ങൾക്ക് വായ്പ അനുവദിക്കണം, അതിന് കേന്ദ്രത്തെ നിർബന്ധിക്കണം എന്ന് പറഞ്ഞ് സംസ്ഥാന ഗവൺമെൻറ് സുപ്രീം കോടതി വരെ പോയ സമയമായിരുന്നു ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ. ആ മാസങ്ങളിൽ കൊണ്ട് 33% നിന്ന് പദ്ധതി നിർവഹണം 80% ഉയർന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്ന് പറഞ്ഞാൽ ആരെ വിശ്വസിപ്പിക്കാനാണ്? അതുപോലെ തന്നെ ഗവൺമെൻറ് വകുപ്പുകളുടെ പദ്ധതി നിർവഹണം അതും വളരെ ലോ ആയിരുന്നു. 40% ചുറ്റുവട്ടത്തിലായിരുന്നു ഡിസംബർ വരെയുള്ള കാലത്ത്.
പിന്നെ മാർച്ചൊക്കെ ആയപ്പോഴത്തേക്കും അത് ഉയർന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ അതൊക്കെ തിരിമറികളാണ്, അതൊക്കെ കള്ളക്കണക്കുകളാണ് എന്ന് നമുക്ക് ആർക്കും മനസ്സിലായി. എന്ന് വെച്ചാൽ കഴിഞ്ഞ ധനവർഷത്തിൽ കാര്യമായിട്ട് ഒരു കർമ്മവും കേരളത്തിലെ ഗവൺമെൻറ് വഴിയായിട്ട് ഈ സംസ്ഥാനത്ത് നടന്നിട്ടില്ല. പക്ഷേ സാധാരണ ജനം അവൻ്റെ ജീവിത രീതികൾ അനുസരിച്ച് അങ്ങ് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളിത് മറിയക്കുട്ടിയുടെയൊക്കെ കാര്യം ഓർമ്മിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 6 മാസത്തെയായിരുന്നു കുടിശ്ശികയായിട്ട് ഇടുന്ന ഈ കേരളീയം മാമാങ്കം ഒക്കെ നടക്കുന്ന സമയത്തും. അതുപോലെ നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ എന്തായിരുന്നു നമുക്കറിയാം. സർജറി ഒന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെ കാരുണ്യ ആരോഗ്യ പദ്ധതി അനുസരിച്ച് 12,696.99 കോടി രൂപയാണ് ലോട്ടറി സിസ്റ്റം വഴിയായിട്ട് ലോട്ടറി വകുപ്പിലെ ഈ വർഷത്തെ വരുമാനം. അത് ബജറ്റിൻ ബ്രീഫിൽ തന്നെയുണ്ട്, നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റിൽ തന്നെയുണ്ട്. അങ്ങനെ വരുമാനം ഉണ്ടായിരുന്നിട്ട് പോലും സ്വകാര്യ ആശുപത്രികൾ ഈ കാരുണ്യ ആരോഗ്യ പദ്ധതിയുമായിട്ട് സഹകരിക്കുന്ന സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുക്കേണ്ട കുടിശ്ശിക കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ സംസ്ഥാന മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്നും ഉപകരണങ്ങളും വാങ്ങി ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾക്കും ജില്ലാ ആശുപത്രികൾക്കും ഒക്കെ കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കുന്നതിന് അവർ വരുത്തി വച്ചിരിക്കുന്ന കുടിശ്ശിക കാരണം മെഡിക്കൽ കോളേജുകൾ മരുന്നു ദാരിദ്ര്യത്തിലാണ്, ഉപകരണ ദാരിദ്ര്യത്തിലാണ്, ശസ്ത്രക്രിയകൾ ഒന്നും നടക്കുന്നില്ല. എല്ലാ സമസ്ത മേഖലകളിലും ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന ഒരവസ്ഥയാണ് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഇതൊക്കെ പ്രതിപക്ഷത്തിൻ്റെ എന്താണ് പറയുക, മനഃപൂർവ്വമുള്ള ആക്ഷേപങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷെ നമ്മൾ അനുഭവിക്കുകയാണിത്. ഈ പറയപ്പെട്ട തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ തന്നെ വരുന്ന 500-ലധികം രോഗികളെ ഒരു ദിവസം അവിടെ പാവപ്പെട്ട രോഗികൾ പല ചികിത്സ അവരൊക്കെ വെറും കൈയോടെ തിരിച്ചു പോകേണ്ടി വരുന്നു. കാരണം അവിടെ മരുന്നില്ല, മെഡിക്കൽ സ്റ്റോറിൽ മരുന്നില്ല. കാരണം ഗവൺമെൻറ്റിന് മെഡിക്കൽ സ്റ്റോറിലേക്ക് മരുന്ന് അവിടെയും കുടിശ്ശികയാണ്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന മറ്റൊരു വസ്തുത എന്താണ്? ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുന്ന രോഗിയെ പോലും പീഡിപ്പിക്കാൻ തയ്യാറാകുന്ന അറ്റൻഡേഴ്സ് പോലെയുള്ളവർ, അവരെയും തീറ്റിപ്പോറ്റുന്നു, അവരെയും സംരക്ഷിക്കുന്നു, അവർക്കും കവചമൊരുക്കുന്നു. ഇതൊക്കെയാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഗവൺമെൻറ് കേരളീയം എന്ന ഒരു മാമാങ്കം വീണ്ടും നടത്തുന്നു, അല്ലെങ്കിൽ എല്ലാ വർഷവും നടത്താൻ പോകുന്നു എന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൻ്റെ വിരുദ്ധമായ പ്രവൃത്തിയാണ്. അതിൻ്റെ ഫലം എന്താണ് എന്ന് കഴിഞ്ഞ ഇലക്ഷന് അവർ മനസ്സിലാക്കിയതാണ്. പക്ഷേ അതിൽ നിന്നും അവർ പാഠം പഠിച്ചിട്ടില്ല. വിചാരിക്കുന്നത് വീണ്ടും കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും അല്ലെങ്കിൽ ഈ പറയപ്പെട്ട 1,600 രൂപ എന്നുള്ളത് 2,500 രൂപയായിട്ട് വർദ്ധിപ്പിക്കുമ്പോഴേക്കും സാധാരണക്കാരൊക്കെ അതിൽ വീഴും. മൂന്നാമൊരു ഊഴം കൂടി അവർക്ക് കിട്ടും എന്നൊക്കെയാണ്. മലയാളികൾ അത്ര മണ്ടന്മാരാണോ മൂന്നാമതൊരു ഊഴം കൂടി ഇവർക്ക് കൊടുക്കാൻ? കാരണം നമ്മൾ ഓർക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട്. 35 വർഷം തുടർച്ചയായിട്ട് വെസ്റ്റ് ബംഗാളിനെ ഭരിച്ച CPM അവിടെ മമതാ ബാനർജി വന്നപ്പോഴേക്കും നിലം പരിശായി പോയിരുന്നു ആ സംസ്ഥാനം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർമ്മിക്കുക, ആ സംസ്ഥാനത്തിലുള്ള യുവാക്കൾ ഇപ്പോൾ അന്നം തേടുന്നത് കേരളത്തിലാണ് എന്ന് ഓർക്കുക. ആ ഭരണം എത്ര നശിപ്പിച്ചിരുന്നു ആ സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടന എന്നുള്ളതിൻ്റെ തെളിവാണ്. അവിടുന്ന് 10-25 ലക്ഷം പേർ ഇവിടെ തൊഴിൽ തേടി കേരളത്തിലെത്തുന്നു എന്നുള്ളതിൻ്റെ തന്നെ. അത് മാത്രവുമാണോ? റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റിനെ പറ്റി നിന്നുപോയി എന്ന് പറഞ്ഞ് എല്ലാവരും ഇവിടെ കരയുന്നു, ധനമന്ത്രി അടക്കമുള്ളവർ. ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടിയ സംസ്ഥാനം കൊടുത്തത് 15th ഫിനാൻസ് കമ്മീഷൻ കൊടുത്തത് വെസ്റ്റ് ബംഗാളിനാണ്. കാരണം വെസ്റ്റ് ബംഗാൾ അത്ര വലിയ ധനപ്രതിസന്ധിയിലാണ് ഇപ്പോഴും. 40,115 കോടിയാണ് വെസ്റ്റ് ബംഗാളിന് കൊടുത്ത റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് 15th ഫിനാൻസ് കമ്മീഷൻ. 5 വർഷമായിട്ട് കുറേശ്ശെയാണ് കൊടുക്കുന്നത്, ഒറ്റയടിക്കല്ല. അതുപോലെ അതേ സമയത്ത് രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടിയ സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ 8 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടിയ സംസ്ഥാനമായി കേരളം മാറി. എന്നിട്ടും കേരളത്തിന് മുൻപോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതായത് കേരളത്തിന് കിട്ടിയത് 37,814 കോടി രൂപയാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റായിട്ട് 15th ഫിനാൻസ് കമ്മീഷൻ വഴിയായിട്ട് കിട്ടിയത്. ഇത് രണ്ടാമത്തെ. അതായത് വെസ്റ്റ് ബംഗാളിന് 40,115 കോടി, കേരളത്തിന് 37,814 കോടി. അതിൻ്റെ താഴേക്കാണ് ആകെ 14 സംസ്ഥാനങ്ങൾക്കാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ കൊടുത്തത് വെസ്റ്റ് ബംഗാളിനാണ്. രണ്ടാമത്തെ കൂടുതൽ കൊടുത്തത് കേരളത്തിനാണ്. അത് കഴിഞ്ഞ് താഴേക്ക് ബാക്കി 15 സംസ്ഥാനങ്ങൾക്കും കൂടി കൊടുത്തു. അതൊക്കെ കുറഞ്ഞു വരുന്ന എമൗണ്ടാണ്.
അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് വെസ്റ്റ് ബംഗാളിനെ എത്തിച്ച CPM ആണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മൂന്നാം ഊഴം കൂടി കൊടുത്താൽ കേരളം കടക്കണിയിലേക്ക് പെട്ടുപോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ.